ഹലോ, ഇതെന്താണെന്ന് മനസ്സിലായോ? മുടി വളരാൻ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണിത്. ഫസ്റ്റ് തന്നെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ട് വേണ്ടത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ചെറുപയർ വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തി ഇലയാണ്. ചെറുപയർ നന്നായി കുതിർന്ന ശേഷം വേണം എടുക്കാൻ. ഇനി നമുക്ക് ചെറുപയറും ചെമ്പരത്തിയിലയും അരച്ചെടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്ന ചെറുപയറും ചെമ്പരത്തിയും മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇവ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടികൊഴിച്ചിൽ, താരൻ എന്നിവയെ പ്രതിരോധിക്കുകയും മുടിക്ക് തിളക്കം നൽകുകയും ചെയ്യുന്നു. ചെമ്പരത്തിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും മുടികൊഴിച്ചിലിനെ പ്രതിരോധിക്കുന്നു. അതുപോലെ തന്നെ ചെറുപയറിലും ചെമ്പരത്തിയിലുമുള്ള വൈറ്റമിനുകളും അമിനോ ആസിഡുകളും മുടിവേരുകളുടെ വളർച്ചയെ സഹായിക്കുന്നു. തലയോട്ടിയിലെ ചൊറിച്ചിൽ, താരൻ എന്നിവയ്ക്കും ഇത് ഉത്തമ പ്രതിവിധിയാണ്. ഇനി നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ഏതൊരു പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് തലയിൽ നന്നായി ഓയിൽ ഇട്ടിരിക്കണം. ഞാനിവിടെ ഹെയർ ഓയിൽ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തലയിലിടുന്നത് എന്ന് നോക്കാം. കുറേശ്ശെ മുടി വകഞ്ഞ് മാറ്റി തലയോട്ടിയിലും അതുപോലെ തന്നെ തലമുടിയിലും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. പിന്നെ നമുക്ക് ചെറുപയർ പൊടിയാണെങ്കിലും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ മുടിക്ക് നല്ലൊരു തിളക്കം ലഭിക്കുന്നു. മുടിയുടെ തിളക്കവും ഘടനയും മെച്ചപ്പെടുത്താൻ ചെറുപയറിനും ചെമ്പരത്തിക്കും കഴിവുണ്ട്. അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി മുടിയുടെ ബലത്തിനും ആരോഗ്യത്തിനും ആവശ്യമായ കൊളാജൻ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു പാക്കാണ്. നമുക്ക് ഈ പാക്ക് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഉപയോഗിക്കാം. ഇനി ചെമ്പരത്തിയിലെയും അതുപോലെ തന്നെ ചെറുപയറും കിട്ടാത്തവർക്ക് ഇതിൻ്റെ പൊടി ഉപയോഗിക്കാവുന്നതുമാണ്. വളരെ ഈസിയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ. നമ്മൾ ഈ പാക്ക് തലയോട്ടിയിലും അതുപോലെ തലമുടിയിലും എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം 20 അല്ലെങ്കിൽ 30 മിനിറ്റ് തലയിൽ തന്നെ വെച്ചിരിക്കാം. അതിനുശേഷം വേണം നമ്മൾ തലമുടി കഴുകി കളയാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.